സല്യൂട്ട് സോദരരെ. എൻ്റെ ആദ്യത്തെ കോടതി അനുഭവമാണ് ഞാനിവിടെ വിവരിക്കുന്നത്. ഒരു പോലീസ് സ്റ്റേഷൻ്റെ SHO ആയി ജോലി ചെയ്തിരുന്ന സമയം പരിശീലനത്തിൻ്റെ ഇടയിലൂടെ ഒരു കേസ് അന്വേഷിച്ചിരുന്നു. അതൊരു സാമ്പത്തിക തിരിമറിയുടെ കേസാണ്, ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ. അവിടെ ഒരു കോപ്പറേറ്റീവ് ബാങ്കിലെ ക്ലാർക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാഷ്യറും കൂടിയാണ്. അപ്പോൾ ആ കാഷ്യർ കുറച്ച് നാളുകളായിട്ട് നടത്തുന്ന തിരിമറി ഒരു പരാതി രൂപേണ മുമ്പിൽ വരികയും അന്വേഷിച്ചപ്പോൾ അത് ശരിയാണ്. അയാൾ 2 ലക്ഷത്തി, അന്നത്തെ കാലത്ത് 2 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കോടിക്കണക്കിന് രൂപയുടെ വിലയുണ്ട്. അപ്പോൾ 2 ലക്ഷത്തിൽ പരം രൂപയുടെ ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷനാണ് അയാൾ നടത്തിയത്. അതായത് കുറച്ച് അക്കൗണ്ടിലൊക്കെ തിരിമറിയൊക്കെ നടത്തി, കുറേ കാര്യങ്ങളൊക്കെ തെറ്റായിട്ട് എഴുതി ചേർത്ത് കള്ളവൊപ്പൊക്കെ ഇട്ട് കുറേ പൈസ അയാൾ അപഹരിച്ചെടുത്തു. അപ്പോൾ അങ്ങനെ ഒരു കേസ് എടുത്തു. ആ കേസിൽ ആളെ വിളിച്ച്, ആൾ ഒളിവിലായിരുന്നു കുറച്ച് നാൾ. വളരെ കഷ്ടപ്പെട്ട ആളെ പിടിച്ചിട്ട് അയാളെ ഞാൻ ചോദ്യം ചെയ്യുമ്പോൾ അയാൾ ആദ്യമൊന്നും സമ്മതിച്ചില്ല. അയാൾ വന്ന് പേടിച്ചിട്ട് പോയതാണ്, കള്ളക്കേസാണ്, ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്, ഹാൻഡ് റൈറ്റിംഗ് എക്സ്പേർട്ട് ഉണ്ട്. അയാളുടെ കൈയെഴുത്ത് വാങ്ങിച്ചിട്ട് അതും കള്ളവൊപ്പിട്ടതാണോ എന്നൊക്കെ ചോദിക്കും, കുറേ തെളിവുകളുണ്ട്. പക്ഷെ അന്ന് ഏറ്റവും വലിയ തെളിവായിട്ട് വന്നത്, ഞാൻ അയാളോട് കുറേ നേരം ഇങ്ങനെ സംസാരിച്ചിരുന്നു. എന്താണ് ചെയ്തത്, വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ, കടങ്ങളുണ്ടോ, ആരാണ് നിങ്ങൾ അതിനെ പ്രേരിപ്പിച്ചത്, ആരെങ്കിലും കൂട്ടുനിന്നോ, നിങ്ങൾക്ക് കള്ളന്മാരും ആരെങ്കിലും ഉണ്ടോ, നിങ്ങളെ സഹായിക്കാനായിട്ട് ബാങ്കിൽ നിന്ന് തന്നെ ആരെങ്കിലും ചെയ്തോ, എന്തുകൊണ്ടാണ് ഇത്ര നാളായിട്ട് ഓഡിറ്റിൽ അത് വ്യക്തമാകാത്തത്, അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചപ്പോൾ അവസാനം അയാൾ പശ്ചാത്തപിക്കുന്ന പോലെ പറഞ്ഞിട്ട് വന്നു, സാർ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ബാക്കിയുണ്ട്, ഞാനത് തിരിച്ചടയ്ക്കാം, അപ്പോൾ എൻ്റെ കേസിൽ നിന്ന് ഒഴിവാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ തിരിച്ചടയ്ക്കാം, പിന്നെ നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ FIR ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കേസ്, അയാളോട് എനിക്ക് വലിയ സിമ്പതിയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അയാൾ പൈസ കുറച്ച് തിരിച്ചടച്ചു, മുഴുവനില്ല, കുറച്ച് പൈസ, ഒരു 1 ലക്ഷത്തിലടുപ്പിച്ച് കുറച്ച് രൂപ അയാളുടെ കയ്യിലുണ്ടായിരുന്നു, അയാൾ തിരിച്ചടച്ചു. അപ്പോൾ അത് മുഴുവനായിട്ട് തിരിച്ചടച്ചിരുന്നെങ്കിൽ നമുക്കത് കേസ് ഇല്ലാന്നാക്കി അയാൾക്കെതിരെ ഡിപ്പാർട്ട്മെന്റൽ ആക്ഷൻ മാത്രം ചെയ്യാൻ ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അയാൾ കുറച്ചേ തിരിച്ചടച്ചു. പക്ഷെ അതൊരു വലിയ തെളിവായി കേസിന്. കാരണം മോഷ്ടിച്ച ആൾക്കല്ലേ അത് തിരിച്ചടക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ മോഷണം തെളിയിക്കുന്ന ഒരു വസ്തുവായിട്ടൊരു എവിഡൻസ് ആയിട്ട് മാറി അയാൾ തിരിച്ചടച്ചത്. അപ്പോൾ അതിൽ ആ കേസായിരുന്നു പിന്നീട് ഞാനത് കോടതിയിൽ കൈകാര്യം. ഇപ്പം എന്നെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ, ഞാനായിരുന്നു CD എഴുതിയിരുന്നത്, ഞാനായിരുന്നു അതിൻ്റെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും എൻ്റെ കൈയക്ഷരം കൊണ്ട് തന്നെയാണ് എഴുതിയിരുന്നത്. അന്നത്തെ സമയത്ത് വളരെ രസകരമായിട്ടുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് പോലീസിന് ഒരു എഴുതുന്ന ഒരു രീതിയുണ്ട്. ആ രീതി അനുസരിച്ച് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അവർക്ക് കുറേ വാചകങ്ങളുണ്ട്, യഥാസ്തു എന്നൊക്കെ പറയുന്ന കുറേ വാചകങ്ങളുണ്ട്. അപ്പോൾ ആ വാചകങ്ങളെ വെച്ചിട്ട് നമ്മൾ കേസ് എഴുതിയാൽ, അല്ലെങ്കിൽ ഒരു രീതിയുണ്ട്, നമ്മൾ പറയുമ്പോൾ ടിയാൻ്റെ വീട് അങ്ങനെ ചെയ്തു, ടിയാൻ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞാലേ അത് കേസ് ശരിയായിട്ട് കോടതി അംഗീകരിക്കുകയുള്ളൂ എന്നൊക്കെ എന്നോട് ഇങ്ങനെ ഒരു ചാക്കോ എന്ന് പറഞ്ഞ ഒരു റൈറ്ററാണ് എന്നെ പഠിപ്പിച്ചു തന്നത്, ആ എഴുതുന്ന രീതിയൊക്കെ. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞാൻ എൻ്റെ സ്വന്തം ഭാഷയിൽ എൻ്റെ കൈപ്പട കൊണ്ട് തന്നെ എഴുതിയതാണ്. അപ്പോൾ അതുകൊണ്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇത് ഞാൻ തന്നെ നേരിട്ട് അന്വേഷിച്ച് കംപ്ലീറ്റ് ഞാൻ തന്നെ എഴുതിയ കേസാണ്, വേറെ ആരെയും കൊണ്ട് എഴുതിച്ചതല്ല എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. പക്ഷെ കോടതിയിൽ എനിക്ക് വല്ലാത്തൊരു ദുരനുഭവമാണ് ഉണ്ടായത്. കാരണം മജിസ്ട്രേറ്റ്, 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണ്, വലിയ എമൗണ്ട് ആയതുകൊണ്ട്. ആ മജിസ്ട്രേറ്റ് ഞാൻ പറയുന്നത് ഒന്നുമേ കേൾക്കുന്നില്ല, എഴുതിയെടുക്കുന്നില്ല. വക്കീല്, അതായത് ഗവൺമെന്റ് പ്ലീഡറാണ്, ഗവൺമെന്റ് പ്ലീഡർ പറയുന്നതൊക്കെ അയാളെ ഓവർറൂൾ ചെയ്യുകയാണ്. എന്നിട്ട് പ്രതിയെ വലിയതായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം കൂടാതെ എന്തെങ്കിലും വരുന്ന എൻ്റെ സ്റ്റേറ്റ്മെന്റിന്റെ കാര്യമൊക്കെ വരുമ്പോൾ അദ്ദേഹം പിന്നെ മാറ്റിവെക്കും, 1 ആഴ്ചത്തേക്ക് മാറ്റി, 2 ആഴ്ചത്തേക്ക് മാറ്റിവെക്കും. അപ്പോൾ അതങ്ങനെ എനിക്കാണെങ്കിൽ ആ സമയം കേസ് വിചാരണ വരുന്ന സമയം ഞാൻ വേറൊരു സ്ഥലത്ത് ASP ആയിട്ട് ജോലി ചെയ്യുകയാണ്, സബ് ഡിവിഷനിൽ. കുറേ നാൾ കഴിഞ്ഞിട്ടാണല്ലോ ഒരു വിചാരണയ്ക്ക് കേസ് വരുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ കേസ് വിളിക്കുമ്പോഴും ഞാൻ പോകണം. 1-2 പ്രാവശ്യം പോവാതിരുന്ന് കഴിഞ്ഞാൽ വാറന്റ് ഇഷ്യൂ ചെയ്യും. സാക്ഷിയാണ് ഞാൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ്, ഞാൻ യൂണിഫോം ഇട്ടുകൊണ്ട് പോകണം. പോയി ഇങ്ങനെ നീണ്ടു പോയപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചോദിച്ചു, ഒന്ന് SHO ആരെങ്കിലും ഒന്ന് പോയി അന്വേഷിക്കൂ, ഇദ്ദേഹം എന്താ ഇങ്ങനെ പെരുമാറുന്നത്. അപ്പോൾ അദ്ദേഹം കുറേ നാളായിട്ട് ആ സ്ഥലത്ത് മജിസ്ട്രേറ്റ് ആയിരുന്നു. അപ്പം ഞാൻ ചേർത്തലയിൽ ASP ആയിരുന്ന സമയത്ത് അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ടില്ല എന്നുള്ളൊരു വിരോധം അദ്ദേഹത്തിനുണ്ട്, ഒരു ഈഗോ പ്രോബ്ലം ആണ്. അപ്പോൾ മാഡം ഒന്ന് പോയി അടുത്ത പ്രാവശ്യം കേസ് വിളിക്കുമ്പോൾ വരുമ്പം നേരെ പോയി അദ്ദേഹത്തെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം കേസ് പെട്ടെന്ന് തന്നെ തീർക്കും എന്നുള്ള മട്ടിൽ SHO പറയുകയും ചെയ്തു. അടുത്ത പ്രാവശ്യം എനിക്ക് ആ സമൻസ് കിട്ടി. ഞാൻ പോയപ്പോൾ ഞാനൊരു അപ്പോയിൻമെന്റ് എടുത്തു, അദ്ദേഹത്തെ ഒന്ന് നേരിട്ട് ചേംബറിൽ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം കാണാം എന്ന് പറഞ്ഞ് അനുവാദം തന്നു. അപ്പം ഞാൻ ചെന്നു. ഞാൻ യൂണിഫോമിൽ തന്നെയാണല്ലോ എപ്പോഴും, കേസിൻ്റെ കോടതി പോകുമ്പോൾ എപ്പോഴും യൂണിഫോമിൽ തന്നെയാണല്ലോ പോകേണ്ടത്. അപ്പം ഞാൻ യൂണിഫോമിൽ പോയി അദ്ദേഹത്തിനെ മുറിയിൽ ചെന്നു. ഞാൻ തൊഴുതു.
എന്നിട്ട് ഞാൻ ഇരുന്നു. അദ്ദേഹം ഇരിക്കാനൊന്നും പലരും വളരെ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കിയെന്നെ. അപ്പോൾ ഞാൻ പോയി ഇരുന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ശ്രീലേഖ, ഞാൻ ഇവിടെ ASP ആയിട്ട് അണ്ടർ ട്രെയിനിങ് ആയിട്ട് ജോലി ചെയ്തിട്ട് കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് എല്ലാവരെയും കാണാൻ വരാൻ പറ്റാത്തത്. ഞാൻ അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, എന്നാൽ സമയമായി, ഞാനിന്ന് പൊക്കോട്ടെ എന്ന്. ഞാൻ എണീറ്റപ്പോൾ വളരെ രൂക്ഷമായിട്ട് ചോദിച്ചു, പോലീസ് ഓഫീസേഴ്സ് മജിസ്ട്രേറ്റിന് മുമ്പിൽ വന്ന് സല്യൂട്ട് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ? നിങ്ങളെന്താ സല്യൂട്ട് ചെയ്യാത്തത് എന്നെ? അപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോയി. അത് ചോദിക്കുകയും ചെയ്തു, നിങ്ങളെ പരിശീലിപ്പിച്ചതൊന്നും അങ്ങനെ അല്ലേ? നിങ്ങൾ ട്രെയിനിങ് ഉഴപ്പിയോ? ട്രെയിനിങ്ങിനൊന്നും പരിശീലിപ്പോ? കുറച്ചിങ്ങനെ സംസാരിച്ചു, വളരെ വളരെ ഹാർഷായിട്ട് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ കോടതിയിൽ വരുമ്പോഴൊക്കെ ഞാൻ കൂട്ടി കയറിയിട്ട് സല്യൂട്ട് ചെയ്യാറുണ്ടല്ലോ. കൂട്ടി കയറിയിട്ട് എന്നെ വിസ്തരിക്കുന്ന സമയത്തൊക്കെ ന്യായപീഠത്തെ നോക്കി സല്യൂട്ട് ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ നേരിട്ട് പേഴ്സണലായിട്ട് പോയി മജിസ്ട്രേറ്റിനെ കാണുമ്പോൾ സല്യൂട്ട് ചെയ്യണം എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. മിണ്ടാതെ ഇങ്ങനെ ഇരുന്ന് ഞാൻ ഇറങ്ങി പോവുകയും ചെയ്തു. ഞാൻ അപ്പോഴും സല്യൂട്ട് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും കുറച്ചും കൂടെ രൂക്ഷമായി കേസ്. അന്നത്തെ മാറ്റിവെച്ചു, പിന്നെ അടുത്ത പ്രാവശ്യം വിളിച്ചപ്പോൾ മാറ്റിവെച്ചു. അങ്ങനെ വളരെ രൂക്ഷമായി. അപ്പം ഞാൻ എൻ്റെ സീനിയർ ഓഫീസേഴ്സിനോടൊക്കെ ചോദിച്ചു. സീനിയർ ഓഫീസേഴ്സൊക്കെ പറഞ്ഞു, ശ്രീലേഖ ചെയ്യുന്നത് ശരിയാണ്, നമ്മൾ ചേംബറിൽ കയറി മജിസ്ട്രേറ്റുമാരെ കാണുമ്പോൾ സല്യൂട്ട് ചെയ്യണ്ട, ബിക്കോസ് നൗ യു ആർ ഒരു ASP ലെവലിലുള്ള ഓഫീസർ ആണല്ലോ, വളരെ സീനിയർ ആണ്. അപ്പോൾ അതുകൊണ്ട് മജിസ്ട്രേറ്റ്, സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ്, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഒന്ന് സല്യൂട്ട് ചെയ്യണ്ട, നമ്മൾ ആവശ്യമുള്ള ബഹുമാനം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഈ കേസ് ഇങ്ങനെ പോകുന്നില്ല, വളരെ ബുദ്ധിമുട്ട്. കേസിൻ്റെ വിചാരണ മധ്യേ കമൻറ്റുകളൊക്കെ പറയും, എഴുതിയല്ല അല്ലാതെ ഓറലായിട്ട് പറയും. അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അനുഭവജ്ഞാനം കുറവായതുകൊണ്ടും അവർക്ക് ഒന്നും ചെയ്യാനുള്ള അറിവില്ലാത്തത് കൊണ്ടും ഒക്കെയാണ്, അവരുടെ പരിശീലനം ശരിയല്ല നടന്നത് എന്നൊക്കെ ഇങ്ങനെ എല്ലാവരും കേൾക്കുക, എല്ലാ വക്കീലന്മാരും കേൾക്കുക, എല്ലാവരും നിറഞ്ഞു നിൽക്കുമ്പോൾ ഇങ്ങനെ പല പല കമൻറ്റുകളും ഇങ്ങനെ പറയുന്നു. എന്തായാലും കേസ് തീർന്നു പോകണമല്ലോ. ഈ കേസ് നല്ല കേസാണ്, ശിക്ഷിക്കാൻ പറ്റിയ കേസാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഓഫീസർ എന്നുള്ള നിലയിൽ നമ്മൾ സ്വന്തമായിട്ട് അന്വേഷിച്ച് കോടതി കൊണ്ടുവരുന്ന കേസ് കൺവിക്ഷൻ ആവുമ്പോൾ കിട്ടുന്ന ഒരു ചാരിതാർത്ഥ്യം ഉണ്ടല്ലോ, നമ്മളിവിടെ കഷ്ടപ്പെട്ട് അന്വേഷിച്ചതല്ലേ. അപ്പോൾ അതിങ്ങനെ ഒരു ഉദ്യോഗസ്ഥരുടെ ഈഗോ കാരണം ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ബലം പിടിച്ച് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാനൊന്ന് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത് അപ്പോയിൻമെൻ്റ് എടുത്ത് പോയി. ഇപ്രാവശ്യം ഞാൻ ചെന്ന് സല്യൂട്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചേംബറിലല്ല, ഞാനൊരു ഹോട്ടലിൽ ഒരു സ്ഥലത്ത് വരും, അപ്പോൾ അവിടെ വെച്ച് കാണാം എന്ന് പറഞ്ഞ് അങ്ങനെ കോട്ടയത്ത് ഒരു ഹോട്ടലിൽ അദ്ദേഹം ചെന്നപ്പോൾ ഞാൻ അവിടെ യൂണിഫോം ഇട്ട് പോയി ചെന്ന് അദ്ദേഹത്തിൻ്റെ മുറിയിൽ ചെന്ന് സല്യൂട്ട് ചെയ്തു. സല്യൂട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, സോറി, ഞാൻ നേരത്തെ സല്യൂട്ട് ചെയ്യാത്തത് എൻ്റെ ഈഗോയുടെ പ്രശ്നമായിരിക്കാം, ക്ഷമിക്കണം. അപ്പോൾ അദ്ദേഹം വളരെ സന്തോഷം, സല്യൂട്ട് കിട്ടിയപ്പോൾ വലിയ പെമ്മൊക്കെ പെട്ടെന്ന് മാറി വളരെ സന്തോഷമായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ സാരമില്ല, ഞാൻ പറഞ്ഞ കേസ് ഒന്ന് തീർത്ത് കിട്ടിയാൽ കൊള്ളാം, ഞാൻ ഒരുപാട് പ്രാവശ്യമായിട്ട് വരുന്നതല്ലേ, നമുക്ക് അടുത്ത സിറ്റിങ്ങിൽ തന്നെ തീർക്കാമെന്ന്. ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി. അപ്പോൾ അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നോന്ന് ചോദിച്ചു. ഞാൻ ഇല്ല സാർ, ഞാൻ കഴിച്ചതാണ്, ഞാൻ പൊക്കോട്ടെ എന്ന് ഞാൻ എണീറ്റ് വീണ്ടും അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്തിട്ട് തിരിച്ചു നടന്നുപോയി. പിറ്റേ പ്രാവശ്യം കേസ് വിളിച്ചപ്പോൾ വളരെ വലിയ ഒരു മാറ്റം കണ്ടായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം എല്ലാം ഞാൻ പറഞ്ഞെല്ലാം കേട്ടു, അംഗീകരിച്ചു, വിധി പ്രഖ്യാപിക്കാനായിട്ട് മാറ്റിവെച്ചു. പിന്നെ 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ വിധി വന്നു, കൺവിക്ഷനായിട്ട് വിധി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു അനുഭവം, ഈഗോ കാരണം പല പ്രശ്നങ്ങളും, ഒരുപാട് ഈഗോ പ്രശ്നങ്ങളുള്ള എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. നമുക്ക് എല്ലാവർക്കും നമ്മൾ ചെയ്യുന്നതൊക്കെയാണ് ശരി, നമ്മളെ മറ്റുള്ളവർ ബഹുമാനിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാവും. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഞാൻ തന്നെ ചെയ്തു പോയിട്ടുള്ള എന്തെങ്കിലും കുഴപ്പം കൊണ്ടാവും ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയില്ല എന്നുള്ളൊരു വിരോധം കിടക്കുന്നു. പിന്നെ ഞാൻ വലിയ ധാർഷ്ട്യക്കാരിയാണ്, വലിയ ഭയങ്കര അഭിമാനം അഹങ്കാരമുള്ളവരാണ് എന്നൊക്കെയുള്ള ഒരു ചിന്ത അദ്ദേഹത്തിന് എങ്ങനെയോ വന്നു കൂടിയത് കൊണ്ട് പറ്റിയതായിരിക്കും. ചിലപ്പോൾ എന്നെ കാണുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട്. അദ്ദേഹം മാത്രമല്ല, പലരും പിന്നീട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. രാഷ്ട്രീയ പല നേതാക്കന്മാരും പല പോലീസ് ഓഫീസേഴ്സ്, സീനിയർ പോലീസ് ഓഫീസേഴ്സും കൂടെ പറയാറുണ്ട്, തനിക്ക് തലക്കനം കുറച്ച് കൂടുതലാണ് എന്ന്. പക്ഷേ മനസ്സിലങ്ങനെ ഇല്ലെങ്കിൽ കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നുന്നത് കൊണ്ട് പറ്റിയതായിരിക്കും. അതുകൊണ്ട് പലപ്പോഴും ഇങ്ങനെ താഴ്ന്നു പോകാനായിട്ട് ഞാൻ പിന്നീട് ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ യൂണിഫോം ഇട്ടുകൊണ്ട് നിൽക്കുന്ന, എന്നിൽ നിന്നൊരു സല്യൂട്ട് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു സല്യൂട്ട് കൊടുക്കാൻ മടിയൊന്നുമില്ല. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി സല്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രസകരമായ കഥയായതുകൊണ്ട് നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്നേ ഉള്ളൂ. സസ്നേഹം, ശ്രീലേഖ.